ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് പാസേജ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെടികളൊന്നും കൊടുത്തില്ല, കാരണം അത്രയും സ്പേസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ബാമ്പു, അതായത് ബുദ്ധ ബാമ്പുമാണ് വെച്ചേക്കുന്നത്. ബുദ്ധ ബാമ്പും അതുപോലെ തന്നെ ഇവിടെ തണലായതുകൊണ്ട് പേൾ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സ്പൈഡർ ലില്ലി, അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്. ഇത് മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ഫലവൃക്ഷങ്ങളാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടോ അതിൻ്റെ നടാനുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നിറച്ചും നമുക്ക് തണലായതുകൊണ്ട് തന്നെ പേൾ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വീടിൻ്റെ ലുക്കെല്ലാം ഒന്ന് മാറിയിട്ട് എല്ലാം പണി തീർന്ന് ഏകദേശം ഹൗസ് വാമിങ്ങിന് തയ്യാറായി നിൽക്കുകയാണ്. ഈ ഒരു സൈഡ് കൊടുത്തേക്കുന്നത് യുജീനിയാണ് കൊടുത്തേക്കണത്, അതായത് വലിയ യുജീനിയാണ് കൊടുത്തേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ബാമ്പു താഴെ ഒരു ലെവൽ, അതായത് ഒരു മതിൽ പോലെ ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ലുക്ക്. ഏകദേശം നമ്മൾ പണിയൊക്കെ തീർന്നു. അശ്വിൻമാരാറിൻ്റെ ഒരു പണിയാണ്. അപ്പോൾ അശ്വിൻമാരാർ ടച്ച് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. സീലിങ്ങിലാണെങ്കിലും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഫിംഗർ പാമാണ്. ഫിംഗർ പാമ്പ് മീഡിയം സൈസാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വലുതുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മീഡിയം സൈസാണ് ഓക്കെയാണ്. അപ്പോൾ അതാണ് മീഡിയം സൈസ് എടുത്തേക്കണത്. പണികൾ പുരോഗമിക്കുന്നുള്ളൂ. ഇവിടെയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്നേക്ക് പ്ലാന്റും ഗ്രീൻ കലാത്തിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വെയിൽ അടിക്കാത്ത സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം.